ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. ഞാൻ തമിഴ്നാട്ടിലുണ്ടായിരുന്ന സമയത്ത് മധുരയിൽ നിന്ന് തേനി വഴി കുമളി അങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കസിൻ്റെ കൂടെ. അന്നേരത്തെ എടുത്ത വ്യൂസാണിതൊക്കെ. നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യണം തോന്നി. പ്രകൃതിയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും നമ്മൾ കളയരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് സന്തോഷമായി ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ. എന്തല്ല ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാനുള്ള നല്ല നല്ല മൊമെൻറ്റ്സാണ്. ഇങ്ങനെ വീഡിയോസ് ഞാനിപ്പോൾ വ്ളോഗിന് വേണ്ടി പകർത്തുകയാണെങ്കിൽ കൂടി ഇത് പിന്നീട് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെയാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ആ യാത്രയ്ക്ക് സൗന്ദര്യത്തിരി കൂടുതലായിരിക്കും. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് താഴ്വാരങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. കണ്ടോ, സൂര്യൻ എത്തി നോക്കുന്നത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ. ആ പാടവരമ്പുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. നമ്മളെ തലശ്ശേരിയിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ മാത്രം കാണാൻ ഭാഗ്യം കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പ്രകൃതി എന്ന് പറയുന്നത് എനിക്ക് അങ്ങേയറ്റം ഇങ്ങനെയുള്ള കാഴ്ചകൾ അത്രയും എന്നെ ഹാപ്പിയാക്കുന്ന വേറൊരു കാര്യം ഇല്ല എന്ന് പറയാം. അത് നോക്കിയേ, ദൂരത്തുള്ള മരങ്ങളൊക്കെ എന്ത് ഭംഗിയാണല്ലേ ഇങ്ങനെ കാണാൻ. ഇവിടെ തന്നെ ഒരു ക്യാൻവാസൊക്കെ വെച്ച് പെയിൻറ്റ് ചെയ്താലോ എന്നൊക്കെ തോന്നിപ്പോയി. ഞാൻ തലശ്ശേരി കണ്ണൂർ ഏരിയ വിട്ടിട്ട് പുറത്തെവിടെയും പോവാതിരുന്നൊരു മനുഷ്യനാണ് ഇതുവരെ. കോഴിക്കോടൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് എക്സാമിനൊക്കെ. അല്ലാതെ ഞാനൊരു യാത്ര പോവാന്ന് പറയുന്നത് ഇത്രയും ആസ്വദിച്ചിട്ട് ഇതാദ്യമായിട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ സാധാരണ ഒരു യാത്ര പോകുമ്പോൾ ഫാമിലിയുടെ കൂടെ ആണെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും പുറമേയുള്ള കാഴ്ചകളൊന്നും അധികം ആസ്വദിച്ചിട്ടുണ്ടാവില്ല. വർത്താനവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് അങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക. ഇതുവരെ അങ്ങനെയാണ് പോയത്. പക്ഷേ ഈ ഒരു യാത്രയിൽ ഇപ്പം ആർട്ടിസ്റ്റ് ആയതുകൊണ്ടോ ആയിരിക്കണം കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കാഴ്ചകൾ മനസ്സിൽ ഒപ്പിയെടുക്കാനാണ് ഞാൻ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. ഇനി ഒരുപാട് യാത്രകൾ ചെയ്യണം, പ്രകൃതിയോടിണങ്ങി ചേർന്നുള്ള യാത്രയായിരിക്കണം എന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ടൗൺ ഏരിയയിലൊക്കെ പോകുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഏറ്റവും എന്താ പറയുക, മനസ്സിന് നല്ല സമാധാനം തരിക ഇതേപോലുള്ള യാത്രകളാണ് കേട്ടോ. വെറുതെ കാഴ്ചകൾ കണ്ടു പോകാതെ ഓരോ മരവും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ കളർ ടോണും ലൈറ്റ് വരുമ്പോഴുള്ള റിഫ്ലക്ഷനും ഇതൊക്കെ ഞാൻ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്കിത് ആവശ്യമുണ്ട്. നമുക്കിത് ഭാവിയിൽ വരയ്ക്കാൻ വേണ്ടി ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഇതിനിടയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഫൈൻ ആർട്സ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയുന്ന ഒരുപാട് കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ പറ്റാറുണ്ട്. പൊതുവേ ആർട്ട് സ്റ്റുഡൻസ് അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആയിരിക്കണം. കാരണം നമ്മളെ വർക്കിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏകദേശം ഇപ്പം സൂര്യൻ അസ്തമിക്കാറായിട്ടോ, രാത്രിയാവാറായി. ഓരോ ടൈം മാറുന്നതിനനുസരിച്ച് നമ്മൾ കാണുന്ന കാഴ്ചകൾക്കും വ്യത്യാസം ഉണ്ടാകും. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വരാം കേട്ടോ. ബൈ.